ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 10th ചാപ്റ്ററായ ദശമഃ കഃ, പത്താമൻ ആരാണ് എന്ന ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. ആയി ബഹു ഗതസപ്താഹേ സംസ്കൃത ഒളിമ്പിയാഡ് പരീക്ഷ അഭവത്. തത്ര കേ ഭാഗം ഗൃഹീതവന്തഃ? ഈ കൂട്ടരെ, കഴിഞ്ഞ ആഴ്ച സാൻസ്ക്രിറ്റ് ഒളിമ്പിയാഡ് എക്സാം നടന്നു. അതിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്? മഹോദയ, വയം സർവേ ഭാഗം ഗൃഹീതവന്തഃ. സർ, ഞങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. തത്ര കഃ പ്രഥമം സ്ഥാനം പ്രാപ്തവാൻ? അതിൽ ആരാണ് ഒന്നാം സ്ഥാനം നേടിയത്? മഹോദയ, വിദ്യാധരഃ പ്രഥമം സ്ഥാനം പ്രാപ്തവാൻ. സർ, വിദ്യാധരനാണ് ഒന്നാം സ്ഥാനം നേടിയത്. അഭിനന്ദനം, അഭിനന്ദനം, കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ്. തർഹി ദ്വിതീയഃ കഃ? എന്നാൽ രണ്ടാമൻ ആരാണ്? മഹോദയ, സ പ്രീതിഃ. സർ, അത് പ്രീതിയാണ്. അരേ ബഹു സുന്ദരം, തസ്യാഹ അപി അഭിനന്ദനം. ഓഹോ, വളരെ നല്ലത്, അവൾക്കും അഭിനന്ദനം. തർഹി തൃതീയസ്ഥാനേ കഃ കാവ അസ്തി? അപ്പോൾ മൂന്നാം സ്ഥാനം ആർക്കെങ്കിലും ഉണ്ടോ? മഹോദയ, തൃതീയം സ്ഥാനം ഹേമലത പ്രാപ്തവതി. സർ, മൂന്നാം സ്ഥാനം പ്രേമലതയ്ക്കാണ് കിട്ടിയത്. അസ്തു, തസ്യാഹ അപി അഭിനന്ദനം. ഓക്കെ, വളരെ നല്ലത് എന്നുള്ള അർത്ഥമാണ്. അവൾക്കും അഭിനന്ദനം. അന്യേ കേവപി കിമപി സ്ഥാനം പ്രാപ്തവന്തഃ കിം? വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും സ്ഥാനം പ്രാപ്തമായോ? മഹോദയ, അഹം പഞ്ചമി അസ്മി. സർ, ഞാൻ അഞ്ചാമനാണ്. മഹോദയ, അഹം ചതുർത്ഥഃ അസ്മി. സർ, ഞാൻ നാലാമനാണ്. മഹോദയ, അഹം നവമി അസ്മി. സർ, ഞാൻ ഒമ്പതാമനാണ്. അഹോ, ഉത്തമം. ഓഹോ, വളരെ നല്ലത്. ഭവദ്ഭ്യഃ സർവേഭ്യഃ ആശീർവാദാഃ. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ, ആശംസകൾ എന്ന് പറയാണേ. തർഹി ദശമഃ കോ അസ്തി ബഹു? അങ്ങനെയെങ്കിൽ പത്താമൻ ആരാണ്? ദശമസ്യ വിഷയെ വയം ന ജാനമഃ ശ്രീമൻ. പത്താമൻ്റെ കാര്യം ഞങ്ങൾക്കറിയില്ല സോ. ചിന്താ മാ അസ്തു, വയമദ്യ ദശമസ്യ വിഷയെ ഏകാം കഥാം പഠാമഃ. ഡോണ്ട് വറി, നമുക്കിന്ന് പത്താമനെക്കുറിച്ച് ഒരു കഥ പഠിക്കാം. എന്തായിരുന്നു ആ കഥ? നമുക്ക് നോക്കിയാലോ. നോക്കാം. ഏകദാ ദശബാലകാഃ സ്നാനായ നദീം അഗച്ഛൻ. ഒരിക്കൽ 10 ആൺകുട്ടികൾ കുളിക്കാനായി നദിയിൽ പോയി. തേ നദീജലേ ചിരം സ്നാനം അകുർവൻ. അവർ നദിയിലെ വെള്ളത്തിൽ ഏറെ നേരം കുളിച്ചുകൊണ്ടേയിരുന്നു. തതഃ തേ തീർത്വാ പാരം ഗതാഃ. എന്നിട്ടവർ നീന്തി അപ്പുറം കടന്നു, നദിയുടെ അപ്പുറം കടന്നു. തഥാ തേഷാം നായകഃ അപൃച്ഛത്. അപ്പോൾ അവരുടെ ലീഡർ ചോദിച്ചു. എന്താ ചോദിച്ചേ? അപി സർവേ ബാലകാഃ നദീം ഉത്തീർണാഃ? എല്ലാ ആൺകുട്ടികളും നദി കടന്നു? തഥാ കശ്ചിത് ബാലകഃ സർവാൻ പങ്ക്തൗ സ്ഥാപയിത്വാ അഗണയത്. അപ്പോൾ ഒരു കുട്ടി എല്ലാവരെയും നിരനിരയായി നിർത്തിയിട്ട് എണ്ണി. എങ്ങനെ എണ്ണി? ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച് ഷട്ട് സപ്ത അഷ്ട നവ ഇതി. 1 2 3 4 5 6 7 8 9 ഇങ്ങനെ എണ്ണി. ഓക്കെ. സഹ ആത്മാനം ന അഗണയത്. അവനെ എണ്ണിയില്ല. അതഃ സഹ അവദത്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, അരേ വയം നവ ഏവ സ്മഃ ബഹു, ദശമഃ നാസ്തി. അപ്പോൾ അവൻ എന്താ പറഞ്ഞേ? നമ്മൾ 9 പേരേ ഉള്ളൂ, 10 അല്ല. അപരഃ അപി ബാലകഃ പുനഃ ആത്മാനം തെക്ത്വാ അന്യാൻ ബാലകാൻ അഗണയത്. അടുത്ത കുട്ടിയും അവനെ എണ്ണാണ്ട് ബാക്കി കുട്ടികളെ എണ്ണി. തഥാ അപി നവ ഏവ ആസൻ. അപ്പോഴും 9 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതഃ
തേ നിശ്ചയം അകുർവൻ. അപ്പോൾ അവർ ഉറപ്പിച്ചു. യത് അതായത് ദശമഃ നദ്യാം മഗ്നഃ, പത്താമൻ നദിയിൽ മുങ്ങി എന്ന്. തേ വിഷണ്ണാഃ തൂഷ്ണിം അതിഷ്ഠൻ. അങ്ങനെ അവർ വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നു. തഥാ കശ്ചിത് പഥികഃ തത്ര ആഗച്ഛത്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു യാത്രക്കാരൻ വന്നത്, ഒരു വഴിപോക്കൻ വന്നത്. സഹ താൻ ബാലകാൻ ദുഃഖിതാൻ ദൃഷ്ട്വാ അപൃച്ഛത്. അവൻ ആ കുട്ടികളോട് സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് ചോദിച്ചു, ഐ ബാലകാഃ, ഹേ ബാലകരെ, യുഷ്മാകം ദുഃഖസ്യ കാരണം കിം? നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ബാലകാനാം നായകഃ അകഥയത്. ബാലകരുടെ ലീഡർ പറഞ്ഞു, വയം ദശബാലകാഃ സ്നാതും ആഗതാഃ. ഞങ്ങൾ 10 കുട്ടികൾ കുളിക്കാനായി വന്നതായിരുന്നു. ഇതാനും നവ ഏവ സ്മഃ. ഇപ്പോൾ 9 ഉള്ളൂ. അതായത് ഇപ്പോൾ 9 പേരേ ഉള്ളൂ. ഏകഃ നദ്യാം മഗ്നഃ ഇതി. ഒരാൾ നദിയിൽ മുങ്ങി എന്ന്. പഥികഃ താൻ അഗണയത്. ഇത് കേട്ട് യാത്രക്കാരൻ എന്താ ചെയ്തേ? യാത്രക്കാരൻ അവരെ എണ്ണി. തത്ര ദശബാലകാഃ തു ആസൻ. അപ്പോൾ 10 കുട്ടികളും ഉണ്ടായിരുന്നു. സഹ നായകം ആദിശത്. അവൻ ലീഡറിനോട് പറഞ്ഞു, ത്വം ബാലകാൻ ഗണയ. നീ കുട്ടികളെ എണ്ണു എന്ന്. സഹ നവ ബാലകാൻ ഏവ അഗണയത്. അവൻ 9 കുട്ടികളെയാണ് എണ്ണിയത്. തഥാ പഥികഃ അവദത്. അപ്പോൾ യാത്രക്കാരൻ പറഞ്ഞു, ദശമഃ ത്വം അസി ഇതി. 10ാമൻ നീയാണ് എന്ന്. തശ്രുത്വാ സർവേ പ്രഹൃഷ്ടാഃ ഭൂത്വാ അകഥയൻ. അത് കേട്ടപാടെ എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു, 10ാമനെ കിട്ടിയേ, 10ാമനെ കിട്ടിയേ എന്ന്. തതഃ സർവേ മിലിത്വാ ആനന്ദേന ഗൃഹം അഗച്ഛൻ. എന്നിട്ട് എല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.